കുരു തീഫി. ഒരിടത്തൊരിടത്ത് രാമു എന്നൊരു തൊപ്പിക്കച്ചവടക്കാരനുണ്ടായിരുന്നു. പല നിറത്തിലുള്ള തൊപ്പികളുണ്ടാക്കി നാട് മുഴുവൻ നടന്നു കച്ചവടം ചെയ്യുന്നതായിരുന്നു ആളുടെ ജോലി. തൊപ്പി വേണോ? ഓ തൊപ്പി! അങ്ങനെ രാവിലെ തന്നെ രാമു തൊപ്പിക്കച്ചവടത്തിനിറങ്ങി. പതിവ് പോലെ കുട്ടികളെല്ലാം രാമുവിനെ കണ്ടപ്പോൾ കൂടെ കൂടി. എനിക്ക് നീല വേണം. എനിക്കിനി ചുവപ്പ്. വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരം ഈ മരച്ചുവട്ടിൽ മയങ്ങാം. നോക്കടാ, ഒരുത്തൻ കിടന്നു ഉറങ്ങുന്നു. ഒരു പണി കൊടുത്താലോ? തൊപ്പി തൊപ്പി, മഞ്ഞ തൊപ്പി, പച്ച തൊപ്പി, നീല തൊപ്പി. നന്നായി ഉറങ്ങി. ഇനി ബാക്കിയുള്ള തൊപ്പികളും വേഗം വിറ്റ് കഴിക്കണം. അയ്യോ, ഈ കൊരങ്ങന്മാർ എന്റെ തൊപ്പികളെല്ലാം കൊണ്ടുപോയോ? മര്യാദയ്ക്ക് എന്റെ തൊപ്പികൾ തിരിച്ചതാ, അല്ലെങ്കിൽ ശരിയാക്കും എല്ലാത്തിനെയും. ഓടിപ്പൊക്കോ, ഇല്ലെങ്കി ശരിയാക്കും നിന്നെ ഞങ്ങൾ. ദേഷ്യം വന്ന രാമു അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് കുരങ്ങന്റെ നേരെ എറിഞ്ഞു. ബുദ്ധിമാന്മാരായ കുരങ്ങന്മാരുണ്ടോ വിട്ടുകൊടുക്കുന്നു. അവർ മരത്തിലെ പഴങ്ങൾ പറിച്ചു രാമുവിന് നേരെ എറിഞ്ഞു. രാമു അവിടെ കിടന്ന ഒരു മരക്കൊമ്പെടുത്ത് കുരങ്ങന്മാർക്ക് നേരെ എറിഞ്ഞു. കുരങ്ങന്മാരുണ്ടോ വിട്ടുകൊടുക്കുന്നു. മരക്കൊമ്പുകൾ ഒടിച്ച് രാമുവിന് നേരെ എറിഞ്ഞു. ഈ കുരങ്ങന്മാർ ഭയങ്കര ബുദ്ധിശാലികളാ. തൊപ്പി കിട്ടാതെ ഞാൻ എങ്ങനെ കച്ചവടം ചെയ്യും? ഈ കുരങ്ങന്മാർ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് തിരിച്ചു ചെയ്യുന്നത്. ഒരു വഴിയുണ്ട്. ഈ തൊപ്പി അവർക്ക് നേരെ എറിയാം. അതു കാണേണ്ട താമസം. കുരങ്ങന്മാർ അവരുടെ തൊപ്പിയും രാമുവിന് നേരെ എറിഞ്ഞു. തന്റെ തൊപ്പികളെല്ലാം നിലത്ത് വീണ സന്തോഷത്തിൽ രാമു വേഗം പെറുക്കിയെടുത്തു. അപ്പോഴാണ് കുരങ്ങന്മാർക്ക് മനസ്സിലായത് തങ്ങൾക്ക് അമ്മളി പറ്റിയെന്ന്. അയ്യോ, തൊപ്പിക്കാരൻ പറ്റിച്ചല്ലോ. ഈ കഥയിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ബുദ്ധിയും ക്ഷമയും ഉപയോഗിച്ചാൽ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാം. കുരു കുരു